സിനിമയിൽ ഭിന്നിപ്പ് എന്ന് ചോദിച്ചാൽ സിനിമയിൽ ഭിന്നിപ്പുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന പോലെ വലിയ ഒരു വിഷയത്തിന്മേലുള്ളതല്ല. സൂപ്പർ താരങ്ങളുടെ ഡേറ്റ് കിട്ടാത്ത ചില നിർമ്മാതാക്കളും സൂപ്പർ താരങ്ങളെ വെച്ച് സിനിമ എടുക്കുന്ന ഒരു വിഭാഗവും തമ്മിലുള്ള ഒരു തർക്കമായി അത് പരിണമിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സുരേഷ് കുമാർ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ സുഹൃത്ത് സംഘത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അതാണ് അതിലൊരു കൗതുകവും. മോഹൻലാലും പ്രിയദർശനും മണിയമ്പിള്ള രാജുവും സുരേഷ് കുമാറും ഉണ്ട്. ആദ്യകാലത്ത് എപ്പോഴും സുരേഷ് കുമാറിൻ്റെ സിനിമകളിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആറാം തമ്പുരാൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഈ തരത്തിലൊക്കെ നോക്കുമ്പോൾ ഒരു കാലഘട്ടം വരെ 90കളുടെ അവസാനം വരെയൊക്കെ നല്ലോണം കത്തുനിന്ന ഒരു പ്രൊഡ്യൂസറാണ് സുരേഷ് കുമാർ. ഇപ്പോൾ 300ഓളം പ്രതിനിധികളുള്ള ഒരു സംഘടനയുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായി വാർത്താസമ്മേളനം നടത്തുമ്പോൾ പ്രസിഡന്റ് എവിടെ, ആൻഡ്രോ ജോസഫ് എവിടെ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ ആൻഡ്രോ ജോസഫ് ദീർഘനാളത്തെ അവധിയെടുത്തിരിക്കുകയാണ് സംഘടനയിൽ നിന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഭാഗമാവാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ അവധിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഈ അവധി എടുത്താലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ആൻഡ്രോ ജോസഫിനും പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കുറച്ച് ഉത്തരവാദിത്തത്തോടു കൂടി ഞാനും അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പ്രതികരിക്കാമല്ലോ. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളത് മമ്മൂട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ആൻഡ്രോ ജോസഫ്, മോഹൻലാലിന്റെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂർ എന്ന നിലയ്ക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആന്റണി പെരുമ്പാവൂരിനെ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ആകെക്കൂടി ജനുവരിയിൽ ഇറങ്ങിയ 28 ചിത്രങ്ങളിൽ ഒറ്റ ചിത്രം മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതാണത്. പിന്നെ രേഖാചിത്രം, ആസിഫ് അലിയുടെ ചിത്രം മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതാണ് ഒരു വിഷമമായി മാറിയിരിക്കുന്നത്. കാരണം മോഹൻലാലിൻ്റെ ചിത്രങ്ങളും ഉണ്ട്. ഇപ്പോൾ വലിയ ബജറ്റ് ചിത്രങ്ങൾ, വലിയ രീതിയിൽ താരങ്ങൾ പണം മേടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പുതിയ താരങ്ങൾ വന്ന് വലിയ രീതിയിൽ പ്രതിഫലം ആവശ്യപ്പെടുന്നു എന്നല്ല സുരേഷ് കുമാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ആരുടെയും പേര് പറയുന്നില്ല, 25 കോടിയോളമാണ് ചിലരുടെയെങ്കിലും പ്രതിഫലം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന നിർമ്മാതാക്കളും ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ അവർ ആ തുക വാങ്ങിക്കുന്നത്. ആ പ്രതിഫലം വാങ്ങിക്കുന്നത്, ആ പ്രതിഫലം കൊടുക്കാൻ ആളുള്ളതുകൊണ്ടാണല്ലോ. ആ പ്രതിഫലം കൊടുക്കുന്നു, അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥ എന്നതാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അതിൽ വ്യക്തത കുറവുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എമ്പുരാൻ്റെ ബജറ്റ് എന്താണ് എന്നുള്ളത് എമ്പുരാൻ സിനിമയുടെ പ്രൊഡ്യൂസറാണ് പറയേണ്ടത്. അതിൽ ഒരു കണക്ക് വെച്ച് ഒരു മാധ്യമത്തോട് പറഞ്ഞ രീതിയും ശരിയായിട്ടില്ല. ഇതിൽ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനം എന്ന് പറയുമ്പോൾ AMMA ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ പറയുന്നത് നാഥനില്ലാത്ത ഒരു സംവിധാനമാണല്ലോ. ആ സംവിധാനം പിരിച്ചുവിട്ടൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതിന്ന് ജയൻ ചേർത്തല വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ നാഥനില്ലാത്ത ഈ സംവിധാനമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കടം തീർക്കാൻ വേണ്ടി പണം കൊടുത്തത്. ഈ കഴിഞ്ഞ മാസം ആണെന്ന് തോന്നുന്നു മടവിൽ മനോരമയ്ക്ക് വേണ്ടി ചെയ്ത സ്റ്റേജ് ഷോ, അതിന് 4 കോടി കിട്ടി. ആ 4 കോടിയിൽ 2,60,00,000 പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കടം തീർക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ നാഥനില്ലാത്ത അഡ്ഹോക് കമ്മിറ്റി സംവിധാനമാണ് ആ പണം കൊടുത്തിട്ടുള്ളത്. അത് മറന്നിട്ടാണോ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്ന് AMMA എന്ന സംഘടനയും ചോദിക്കുന്നു. അപ്പോൾ ഒരു സമരത്തിലേക്ക് നീങ്ങുമ്പോൾ, നാളെ മുതൽ ഞങ്ങളില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുമായി ആലോചിക്കുകയും അങ്ങനെ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണോ എന്ന് വിശദീകരിക്കുകയും വേണം. അങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ സുരേഷ് കുമാർ എന്ന മുൻകാല പ്രൊഡ്യൂസർ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു തരത്തിൽ അദ്ദേഹം 2022 വാശി എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ അഭിനയിച്ച സിനിമ. അതിൽ എത്രത്തോളം ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ടുണ്ടെന്നുള്ള സംശയമുണ്ട്. അതിനു മുമ്പ് മുഴുവൻ കുറച്ചു കാലമായിട്ട് അദ്ദേഹം റീമേക്കുകളാണ് അല്ലേ, നീലത്താമര, രതി നിർവേദം തുടങ്ങിയ. അപ്പോൾ ഒരു നല്ലൊരു സിനിമ അല്ലെങ്കിൽ വലിയ സ്വന്തമായൊരു വേറെ രീതിയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു സിനിമ എന്നുള്ളത് റീമേക്കുകളിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഈ പറയുന്ന അതിനു മുമ്പുള്ള ആറാം തമ്പുരാൻ പോലുള്ള നല്ല ബോക്സ് ഓഫീസ് ഹിറ്റായിട്ടുള്ള കാലങ്ങളോളം ഹിറ്റായി നിൽക്കുന്ന സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ കാലത്തേക്ക് എത്തുമ്പോൾ ഈ പഴയകാല പല നിർമ്മാതാക്കളായാലും പല സംവിധായകരായാലും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് നിലനിൽപ്പിന് പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ പുതിയ വിഷയങ്ങളുമായി പുതിയ രീതിയിൽ സിനിമ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ ഈ വരുന്ന പുതിയ ആൾക്കാരും പുതിയ ടെക്നീഷ്യൻസും പൈസ മേടിക്കുന്നവർ ഇവരൊക്കെ തന്നെയും സിനിമ പഠിച്ചു വരുന്നവരും ആ നിലയ്ക്ക് പണം ചെലവഴിച്ച് പഠിച്ചു വരുന്നവരും അല്ലെങ്കിൽ ലോക സിനിമകൾ കണ്ടിട്ടുള്ളതും ആ രൂപത്തിലൊക്കെ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നതാണ്. കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ നല്ല ചിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ ആരും തന്നെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച ചിത്രങ്ങളല്ല. ഇപ്പോൾ 2025 പുതിയ ചിത്രങ്ങൾ വരുന്നു, പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നു. ഇനിയിപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ബോളിവുഡിലെ ബാനറുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. സരിഗമ, യൂഡ്ലി തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ വന്ന് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർക്ക് അവിടെ ബോളിവുഡിൽ ചെലവഴിക്കുന്നതിൻ്റെ പകുതി പോലും വേണ്ട, അവിടെ ചെലവഴിക്കാൻ നല്ല സിനിമകളാവുകയും ചെയ്യും, ഹിറ്റുകളാവുകയും ചെയ്യും. നുണക്കുഴി, കാസർഗോഡ് ഇതൊക്കെ തന്നെയും ബോളിവുഡ് നിർമ്മാതാക്കൾ ഇവിടെ നിർമ്മിച്ച സിനിമകളാണ്. അപ്പോൾ ഇതൊക്കെ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ നടത്തിയൊരു വാർത്താ സമ്മേളനം. ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ ആകെ കൂടി സുരേഷ് കുമാർ ഒറ്റപ്പെടുന്നു. ഇപ്പോൾ സംഘടന കൂടെയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും
ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തരെ കണ്ടു നോക്കിയാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് ഒരു വലിയ പ്രതിസന്ധിയാകുകയും സിനിമാ മേഖല സ്തംഭിപ്പിക്കുന്ന ഒരു വലിയ വിഷയമായി മാറുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഞങ്ങൾ ജൂണിൽ സമരം നടത്തുന്നു എന്ന് പറയുന്നത് ഒരു സമയം കൊടുത്താണ്, ഒരു ടൈം പീരീഡ് കൊടുത്താണ്, ഒരു സമ്മർദ്ദ തന്ത്രമാക്കി ഒരു ടൈം പീരീഡ് കൊടുത്താണ്. ആ സമയത്തേക്ക് ഈ പറയുന്ന സിനിമാ താരങ്ങൾ നിർമ്മാതാക്കളാക്കുന്ന സിനിമകളിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മോഹൻലാലിനെ പോലുള്ളവർ സിനിമാ നിർമ്മാണത്തിൽ നിന്ന് മാറി നിൽക്കുമോ? ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ ആ പ്രതികരണം നടത്തിയപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്തുണയുമായി പ്രധാനപ്പെട്ട താരങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നു. ഉണ്ണി മുകുന്ദൻ വന്നു, ടൊവിനോ വന്നു, പൃഥ്വിരാജ് വന്നു. പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ തന്നെ നിർമ്മാതാക്കളാണ്, നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്ന താരങ്ങൾ കം പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറയൂ. ഇനിയിപ്പോൾ ഒരു സാങ്കേതികമായി പറയുകയാണെങ്കിൽ സുരേഷ് കുമാറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് രേവതി കലാമന്ദിർ എന്നുള്ളത് ഭാര്യ മേനകയുടെ പേരിലുള്ള കമ്പനിയാണ്. ഭാര്യ മേനക എന്നുള്ളത് നടിയാണ്. അപ്പോൾ നടിയുടേതല്ലേ ആ പ്രൊഡക്ഷൻ കമ്പനി? അങ്ങനെ ഒരു സംശയം തോന്നിക്കൂടെ? അപ്പോൾ താരങ്ങളെന്ന് പറയുമ്പോൾ മേനക ഒരു താരമായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇതൊരു ഒട്ടും പ്രായോഗികമായി നടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന ഇല്ലാത്ത, ഇപ്പോൾ ഈ പറയുന്ന സൂപ്പർ താരങ്ങളിൽ കിട്ടാത്ത ചില നിർമ്മാതാക്കളുടെ കൊതിക്കറിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പുറത്തുള്ളവരും പൂർണ്ണമായി ശരിയെന്ന അർത്ഥത്തിലൊന്നും ഞാൻ പറയുന്നില്ല. ആന്റണി പെരുമ്പാവൂർ ചില കാര്യങ്ങൾ പ്രതികരിക്കുന്ന രീതിയും ശരിയല്ല. ഈ പറയുന്ന വരി ഞങ്ങൾ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമകൾ കോടികളുടെ നേട്ടമുണ്ടാക്കുന്നു എന്ന് പല നിർമ്മാതാക്കളും അല്ലെങ്കിൽ പല സിനിമാ കമ്പനികളും അവകാശപ്പെടുമ്പോൾ അത്തരത്തിലുള്ള നേട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. വെറുതെ ഈ 100 കോടി ക്ലബ്ബിൽ കയറി ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് 100 കോടി ക്ലബ്ബിൽ കയറി. എന്താ അടിസ്ഥാനത്തിലാണ്? ഇതാണ് ഈ ഒരു PR പരിപാടികളായിട്ട് അത് ആ ഒരു വാചകം വരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭിന്നിപ്പുണ്ട്. ആ ഭിന്നിപ്പൊന്നും ജൂൺ വരെ പോകാനും പോകുന്നില്ല. ഇത് ചീറ്റി പോവുകയുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നത്. Meet the editors.